നടിയെ ആക്രമിച്ച കേസിൽ 8 വർഷത്തിനു ശേഷം കോടതി വിധി പറയാൻ പോവുകയാണ്. ഡിസംബർ 8-നാണ് കേരളം കാത്തിരിക്കുന്ന ആ കോടതി വിധി. പ്രതിപട്ടികയിൽ 8-ാം സ്ഥാനത്തുള്ളത് നടൻ ദിലീപാണ്. ഇതാണ് വിധിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയപ്പെടും. ഈ കേസിൽ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങൾ ഇതിനിടയിൽ പറയാനുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന. അതായത് അദ്ദേഹം പറയുന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തെളിവുകളോടെ വെളിപ്പെടുത്താൻ പോകുന്നു എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് വിധി പറയുമെന്ന് വിചാരണ കോടതി ഔദ്യോഗികമായി ഉത്തരവിറക്കിയ സാഹചര്യത്തിൽ ഇതുവരെ പറയാതിരുന്ന ചില കാര്യങ്ങൾ കൂടി പറയേണ്ടിയിരിക്കുന്നു. സിനിമാ ലോകത്തിനും പൊതുസമൂഹത്തിനുമേറെ ചിന്തനീയമാകുന്ന ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളും വരും ദിവസങ്ങളിൽ തെളിവുകൾ സഹിതം പറയാം എന്നാണ് ശ്രീജിത്ത് പെരുമന തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്റെ മുഖപുസ്തകത്തിലൂടെ പുറത്തു പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം. ഇത്രയും നാൾ പറയാതിരുന്നിട്ട് ഇതാ ഡിസംബർ 8-ന് വിധി വരാൻ തുടങ്ങുന്നു എന്ന് പറയപ്പെടുമ്പോൾ ശ്രീജിത്ത് പെരുമനയ്ക്ക് ഒരു ബോധോദയം ഉണ്ടായിരിക്കുന്നു. തെളിവുകൾ സഹിതം ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ പറയാൻ പോകുന്നുവെന്ന്. ഇനി എന്താണാവോ ഞെട്ടേണ്ടത് കേരളം? അല്ലെങ്കിൽ എന്താണാവോ ആ ഞെട്ടിക്കുന്ന തെളിവുകൾ? നമുക്ക് കാത്തിരിക്കാം, അല്ലെ? എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കൊട്ടേഷൻ ബലാത്സംഗ കേസ് എന്ന് പറയപ്പെടുന്നത് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസാണ്. ഇതിനു മുൻപ് സമാനമായിട്ടുള്ള വിധത്തിൽ ബലാത്സംഗ കൊട്ടേഷൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ കേസിന് ദേശീയ തലത്തിൽ അടക്കം ശ്രദ്ധ നൽകിയത് എന്നതാണ്. ദിലീപ് എന്ന നടന്റെ പ്രതികാരമാണ് ഈ കേസ് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിലെ കണ്ടെത്തലും പ്രോസിക്യൂഷൻ വാദവും. അപ്പോൾ ഈ വാദങ്ങളിൽ ഏതൊക്കെ കോടതി ശരിവെക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത മാസം ഡിസംബർ 8 വരെ കാത്തിരിക്കണമെന്നാണ്, അതായത് കേസിൽ അന്തിമ വിധി കോടതി അന്ന് പറയാൻ പോവുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ യുവനടി അതിക്രൂരമായ ആക്രമണങ്ങളാണ് നേരിട്ടത് എന്നാണ് പോലീസിന്റെ FIR-ൽ വ്യക്തമാക്കുന്നത്. അന്ന് മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസായി മാറിയ കേസിലാണ് പിന്നീട് നടൻ ദിലീപ് അടക്കം പ്രതിയായി മാറിയത്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ വെച്ച് കൂട്ടമായിട്ട് ശാരീരികമായി ഉപദ്രവിക്കുകയും മറ്റൊരാൾ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തതാണ് FIR റിപ്പോർട്ടിൽ പറയുന്നത്. 2.5 മണിക്കൂറോളം നീണ്ടുനിന്ന അക്രമത്തിന് ശേഷം നടിയെ കാക്കനാട്ടെ പടമുകളിൽ സ്വന്തം കാറിന് സമീപം ഇറക്കി വിടുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അന്ന് നടന്നത് എന്ന് പറയപ്പെടുന്ന ഇതുപോലെ സിനിമ പോലെ ആണ് അത് പറയാം. തൃശ്ശൂരിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നടി രാത്രി 7 മണിയോടെ സിനിമാ നിർമ്മാണ കമ്പനിയുടെ SUV-യിൽ ആ കാറിൽ പനമ്പള്ളി നഗറിലുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് വരുന്നു. യാത്രക്കിടയിൽ ഡ്രൈവർ മാർട്ടിൻ ആർക്കൊക്കെയോ മെസ്സേജുകൾ അയക്കുന്നു. രാത്രി 8:30 നെടുമ്പാശ്ശേരി എയർപോർട്ട് ജംഗ്ഷൻ വെച്ച് കാറിനെ പിന്തുടർന്നിരുന്ന ഒരു കാറ്ററിംഗ് വാൻ കാറിന് പുറകിൽ ഇടിച്ചു നിർത്തുന്നു. കാർ നിർത്തിയ ഉടനെ തന്നെ 2 പേർ കാറിലേക്ക് അതിക്രമിച്ചു കടക്കുകയും നടിയുടെ വായ മൂടിപ്പിടിക്കുകയും ചെയ്യുന്നു. ബഹളം വെക്കരുത് എന്ന് ഭീഷണിപ്പെടുത്തി നടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുന്നു. യാത്രക്കിടയിൽ ഒരാൾ കളമശ്ശേരിയിൽ ഇറങ്ങുന്നു. കറുത്ത ടീഷർട്ട് ധരിച്ച ഒരാൾ കാറിൽ കയറുകയും അക്രമം തുടരാൻ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നു. കാർ ഒരു ഗ്രിൽ വാതിലുള്ള വീട്ടിലെത്തിച്ചു. അവിടെ നിന്നാണ് പൾസർ സുനി വാഹനത്തിൽ കയറുന്നത്. സുനി ഒരു ടവൽ കൊണ്ട് മുഖം മറച്ചിരുന്നു. സുനി എത്തിയതോടെ ഡ്രൈവർ സീറ്റിലിരുന്നയാൾ മാറിക്കൊടുക്കുന്നു. സുനിയാണ് വണ്ടി തിരികെ കാക്കനാട്ടെത്തിച്ചത്. താൻ നടിയുടെ ചിത്രങ്ങളും വീഡിയോയും പകർത്താൻ നിയോഗിക്കപ്പെട്ടയാളാണ് എന്ന് സുനി പറഞ്ഞു. അക്രമം കഴിഞ്ഞ ശേഷം നടി നേരെ സംവിധായകൻ ലാലിന്റെ വീട്ടിലെത്തി കാര്യങ്ങൾ പറയുകയായിരുന്നു. അന്ന് വിവരമറിഞ്ഞ PT തോമസ് അടക്കം സ്ഥലത്തെത്തുന്നു. ഇതോടെയാണ് ഈ വിഷയം പുറം ലോകം അറിയുന്നത്. കേസന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ പൾസറാണ് പ്രതി എന്ന് വ്യക്തമായിരുന്നു. പിന്നീട് കേസിൽ മറ്റുള്ളവർക്കുള്ള പങ്കും പുറത്തു വന്നു. അന്വേഷണത്തിന്റെ 2-ാം ഘട്ടത്തിലാണ് ദിലീപ് പ്രതിയാകുന്നത്. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലീം എന്ന് പറയപ്പെടുന്നത് വടിവാൾ സലീം എന്നാണ് അറിയപ്പെടുന്നത്. മറ്റൊന്ന് പ്രദീപ്, ചാർലി തോമസ്, നടൻ ദിലീപ് എന്ന് പറയപ്പെടുന്നത് P ഗോപാലകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ദിലീപ്, സനിൽകുമാർ, മേസ്തിരി സനിൽ എന്നറിയപ്പെടുന്നു. ഇവരാണ് ഇതിനകത്തെ പ്രതികൾ. കേസിൽ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്ന വിഷ്ണുവിനെ പിന്നെ മാപ്പുസാക്ഷിയാക്കി മാറ്റി. പ്രതീഷ് ചാക്കോ, രാജി ജോസഫ് എന്നിവരെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. കേസിന്റെ ആദ്യഘട്ടത്തിൽ ദിലീപ് കേസിൽ പ്രതിയേ ആയിരുന്നില്ല. എന്നാൽ കേസിന്റെ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം നീണ്ടതോടുകൂടിയാണ് നടൻ ദിലീപ് 8-ാം പ്രതിയാകുന്നത്. അതിനുശേഷമാണ് നമുക്കറിയാം ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 10-ന് ദിലീപിനെ അറസ്റ്റ് ചെയ്തു. അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയ ദിലീപിനെ റിമാൻഡ് ചെയ്ത് ആലുവയിലെ സബ് ജയിലിൽ അടയ്ക്കുന്നു. 85 ദിവസത്തിന് ശേഷമാണ് 2017 ഒക്ടോബർ മാസം 3-ന് 8-ാം പ്രതിയായിട്ടുള്ള ദിലീപിന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത്. പ്രധാന പ്രതിയായിട്ടുള്ള പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിന് അയച്ച യഥാർത്ഥ കത്ത്
അന്വേഷണ സംഘം കണ്ടെത്തിയതാണ് കേസിൽ വഴിത്തിരിവായത് മാറിയത്. സുനിയുടെ സഹ തടവുകാരനായിട്ടുള്ള കുന്നംകുളം സ്വദേശിയുടെ വീട്ടിൽ നിന്നാണ് കത്ത് കണ്ടെത്തിയത്. നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതും ഗൂഢാലോചനയ്ക്ക് പിന്നിലും ദിലീപാണ് എന്നുള്ളത് കത്തിൽ വളരെ കൃത്യമായി പറയുന്നു എന്ന് പറയുന്നു. വലിയ ഭീഷണി നേരിട്ടിട്ടുണ്ട് എന്നും ദിലീപാണ് തന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് എന്നുമുള്ള കാര്യങ്ങളടക്കം പൾസർ സുനി കത്തിൽ എഴുതിയിരിക്കുന്നു. 50 ലക്ഷം രൂപയ്ക്കാണ് കൊട്ടേഷൻ ഏറ്റെടുത്തത് എന്ന് പൾസർ സുനി പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തു. 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ പൾസർ സുനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വിചാരണ നടപടി വൈകുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ചാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് പോലും. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഏപ്രിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുകയും ചെയ്തു. കേസിൽ പൾസർ സുനിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ നടത്തിയ നിയമ പോരാട്ടങ്ങളും അന്ന് ഏറെ ചർച്ചയായിരുന്നു. അങ്ങനെ ഉന്നത അഭിഭാഷകരാണ് സുനിക്ക് വേണ്ടി ഹാജരായിരുന്നത് എന്നുള്ളതും നമുക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. അങ്ങനെ ദിലീപിന്റെ കൂടെ ഇടപെടലോടുകൂടി നടി ആക്രമിക്കപ്പെട്ട സംഭവം ലോക ചർച്ചയായി എന്നുള്ളതാണ്. ഇനി നമുക്കറിയേണ്ടത് വരാനിരിക്കുന്ന വിധിയാണ്. ആ വരാനിരിക്കുന്ന വിധിയിൽ കണ്ണുനട്ട് ദിലീപും സിനിമാ ലോകവും കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതൊരു നടൻ എന്ന നിലയിൽ ദിലീപിന്റെ കരിയറിന്റെ വിധിയെഴുത്ത് കൂടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം അയാളുടെ ജീവിതത്തിന്റെയും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച